ഈ സ്കൂള് എൻ്റെ സ്കൂളാണ്. അവന് രാജസ്ഥാനിൽ ഈ പറയുന്ന ഒരു സ്കൂളുണ്ട്. അവിടെ 400-500 കുഞ്ഞുങ്ങൾ പഠിക്കുന്നൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. കാരണം ഇവൻ്റെ ഭാര്യ നല്ല പഠിത്തമുള്ള സ്ത്രീയാണ്, ഇവൻ്റെ സഹോദരൻ്റെ ഭാര്യ നല്ല പഠിത്തമുള്ള സ്ത്രീയാണ്. അപ്പം ഇവന് ഈ പറയുന്ന പിന്നെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിട്ട് അല്ലെ ഒരു മാനേജിങ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യനാണ്. അപ്പോൾ അവൻ അവിടെ ജോലി ചെയ്യുന്ന അപ്പനുണ്ട്, ഭാര്യയും 2 പേരുടെ സഹോദരൻ്റെയും ഇവൻ്റെയും ഭാര്യമാരോട് ജോലി ചെയ്യുന്നുണ്ട്, വേറെ ടീച്ചേഴ്സുണ്ട്, പണിയുന്നുണ്ട്. ആ സ്കൂൾ മുഴുവൻ നിങ്ങൾ ഓർക്കണം, എനിക്ക് തോന്നുന്നൊരു 18-19 കാലഘട്ടത്തിൽ ആ സ്കൂൾ മുഴുവൻ അവൻ സോളാർ വെച്ച് ആ സോളാർ റൺ ചെയ്യിപ്പിക്കുകയാണ്. കറണ്ട് സേവ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വിഷനിൽ ഞാനപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് നാട്ടിൽ പോയി അവിടെ നിന്നാൽ പോരെ? അപ്പോൾ എന്നോട് പറഞ്ഞു, സാബി ഞാനൊരു 5-6 വർഷം കൂടെ മാക്സിമം ഇവിടെ നിൽക്കത്തുള്ളൂ, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, എന്നിട്ട് ഞാൻ റിട്ടയർഡായി പോവുക, ഇവിടെ നിന്ന് ഗൾഫിൽ നിന്ന് വിട്ടു പോവുകയാണ്. അപ്പം ആ സമയം കൊണ്ട് ഞാൻ നാട്ടിൽ, അപ്പം അവനും അവൻ്റെ ബ്രദറും ഉണ്ട് ഗൾഫിൽ. ആ സമയത്ത് ഞങ്ങൾ മാക്സിമം പൈസ ഉണ്ടാക്കുക, സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, 450-500 പിള്ളേരോളം പഠിക്കുന്നുണ്ട് ആ സ്കൂളിൽ. അപ്പോൾ അവൻ പറയുന്ന അവൻ്റെ ആ ഒരു പ്രദേശത്ത് എങ്ങും ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല. അപ്പോൾ അതുകൊണ്ട് അവർ സ്കൂൾ പണിതാണ്, കെട്ടിടം പണിത് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് സബ്സിഡിയൊക്കെ കിട്ടുന്നുണ്ട്, ഞങ്ങൾ പണിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഭയങ്കര വിഷനാണ്. ആ വിഷനിൽ അവർ ഒരുവിധമായ മാക്സിമം കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ അച്ചീവ് ചെയ്യാൻ ഇവന് പൈസ എങ്ങനെ ഉണ്ടാകുന്നു? ഇത് സാധാരണ ഒരു ടെക്നീഷ്യനാണ്, വലിയ ശമ്പളമൊന്നുമില്ല, പക്ഷേ അവൻ ആ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു ആൾക്ക് പോലും, സീനിയറായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് പോലും ഈ പയ്യനെപ്പറ്റി ഒരു പരാതിയില്ല. എന്ത് പണി പറഞ്ഞാലും അവൻ ചെയ്യും, കാരണം അവനൊരു എതിർപ്പൊന്നുമില്ല. പിന്നെ അവന് പണിയുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ഇന്നത്തെ ഒരു തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പണി പറയുമ്പോഴേ ഇതിന് ഉടക്കാൻ പറയും. അയ്യോ അത് പറ്റില്ല, ഇത് പറ്റില്ല, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ പറ്റില്ല. നമ്മളെവിടെ എത്തുന്നതെന്ന് ചിന്തിച്ചോണം. നമ്മളുടെ ആൾക്കാർ ഇപ്പം നമ്മൾ കളിയാക്കി പറയും നാട്ടിൽ വീണ്ടും ബംഗാളികളാണ് ശരിയാണ്, അവരുടെ ബുദ്ധിമുട്ടിൽ അവർ വരുന്നെങ്കിലും ബംഗാളികൾ എന്തുകൊണ്ട് പണി ഏറ്റെടുക്കുന്നു? നമ്മുടെ പല ആൾക്കാർക്കും ഇല്ലാത്തൊരു കുഴപ്പം ഇല്ലാത്തൊരു പ്രശ്നമാണ്. എന്ത് കാര്യം നമുക്ക് ജീവിതത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമില്ല. ഏത് സാധനവും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കത് 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പല ആൾക്കാർക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. ഞാൻ ഈ ഒരു പയ്യൻ്റെ ഒരു ഉദാഹരണം എന്നെ അതിശയിപ്പിച്ചൊരു സംഭവമാണ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. താങ്ക് യു.